സ്കൂളിൽ നടന്ന ഈ പുൽക്കൂട് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക, കണ്ടെത്തി ശിക്ഷിക്കണം എന്നാണ് ആവശ്യം. ആ ആവശ്യം ഞങ്ങൾക്ക് പാർട്ടിക്ക് മുന്നേ തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമരം ചെയ്യാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പുൽക്കൂട്ട് തകർത്തതിൽ സംഘപരിവാർ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് ഇന്നലെ പ്രസ്താവന ഇറക്കിയത്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന ബോധ്യം ഇന്നാട്ടിലെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി സമരം ചെയ്യും. അതിന് തുടക്കം എന്ന നിലയിലുള്ള സമരമാണ് ഇന്ന് നടത്തുന്നത്. നല്ലേപ്പള്ളി സംഭവം ഭാരതീയ ജനതാ പാർട്ടി ആ സംഭവത്തെ അപലപിക്കുകയാണ്. തീർച്ചയായും ആ ഒരു വിദ്യാലയത്തിൻ്റെ അകത്തേക്ക് സംസാരിക്കാനാണെങ്കിൽ പോലും പോവരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. ആര് പിടികൂടിയാലും ആ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കേസാണ്. അവിടെ അങ്ങനെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവർ 2-3 പേര് അവിടെ അവരുടെ കുടുംബത്തിൽ പെടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റോട്ടിലൂടെ നടന്നുപോയ സമയത്ത് ആ കുട്ടികൾ എന്തിനാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വിദ്യാലയത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു തർക്കങ്ങളൊന്നും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ വീഡിയോകൾ ഉണ്ടാവും, ഒന്ന് പരിശോധിച്ച് നോക്കുക. ആ വീഡിയോയിൽ അധ്യാപകരാണ് തർക്കിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുക. അല്ല, മറുപടിയാണ് ഈ പറയുന്ന VHPയുടെ പ്രവർത്തകർ എന്ന് പറയുന്നവർ മറുപടിയാണ് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പം ഇതിനകത്ത് പ്രതികളെ പിടിക്കണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആ സംഭവത്തിൽ ന്യായീകരിക്കുകയാണോ? തീർച്ചയായും ഞങ്ങൾ ആ സംഭവത്തെ നിങ്ങൾ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സംഭവമല്ല. അത് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. കാരണം അവിടെ സംസാരിച്ച് മുഴുവൻ ആളുകളും പിരിഞ്ഞുപോയി. ഇവർക്ക് ആർക്കും പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം അവിടെ എത്തിയ PTA പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ വാർഡ് മെമ്പറുമായിട്ടുള്ള PTA പ്രസിഡന്റ്, ആ PTA പ്രസിഡന്റ് ആസൂത്രണം ചെയ്ത് അവിടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ, അധ്യാപക സംഘടനകൾ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. അതാണ് ഈ കേസിൻ്റെ മെറിറ്റ്. അതായത് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും അധ്യാപകരെ അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. VHP അതിക്രമം എന്ന വേർഡ് നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നടന്നിട്ടില്ല. അവിടെ പോയി അന്വേഷിക്കാൻ വന്നതാണ്. തീർച്ചയായും അതിനെ ഞങ്ങൾ അപലപിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അവിടെ പോവേണ്ടതില്ലായിരുന്നു. അത് BJPയുടെ സ്റ്റാൻഡ് അതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ PTA പ്രസിഡന്റ് പരാതി കൊടുത്തു എന്ന് പറയുമ്പം ആ സ്കൂളിൽ അധ്യാപകരെ ഭീഷണിപ്പെടുത്തി എന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് PTA പ്രസിഡന്റും PTA ഭാരവാഹികളും ഇടപെടില്ലേ? അതായത് അവിടെ എന്താണോ സംഭവിച്ചത്, ആ സംഭവിച്ച കാര്യമാണ് ഇവർ പറയുന്നതെങ്കിൽ തീർച്ചയായും ആ ഇടപെട്ടത് നമ്മൾക്കത് അതിലൊരു ശുദ്ധിയുണ്ട് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അവിടെ സംഭവിച്ചതും അവർ കൊടുത്ത പരാതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, ഒരു ആഘോഷം നടക്കുന്നു, ആ ആഘോഷത്തിലേക്ക് കടന്നു വരുന്നു, അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, കുട്ടികളെ എങ്ങനെ ഇതാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, വസ്ത്രധാരണത്തെ പറ്റി പറയുന്നു. അപ്പോൾ അതിനൊക്കെ ന്യായീകരിക്കുന്ന തരത്തിലല്ലേ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് ആ കാര്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും കടന്നു കയറിയിട്ടില്ല. ആഘോഷം കഴിഞ്ഞു, എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവർ ആ വിദ്യാലയത്തിലേക്ക് പോയത്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് സമൂഹം തെറ്റിദ്ധരിക്കും. ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് ഇവർ കയറി ചേർന്നതാണ്. ആഘോഷം കഴിഞ്ഞ ശേഷമാണ് സംസാരിക്കാൻ വേണ്ടി അവിടെ പോയത്. അത് അവർക്ക് സഹായം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കും. BJPക്ക് അതല്ല ജോലി.